ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? എ. അമേരിക്ക, ബി. ഫ്രാൻസ്, സി. അയർലൻഡ്, ഡി. ഇംഗ്ലണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം സി. അയർലൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏത്? എ. രാജസ്ഥാൻ, ബി. ഗുജറാത്ത്, സി. മണിപ്പൂർ, ഡി. കേരളം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏത്? ഉത്തരം സി. മണിപ്പൂർ. ഭരണഘടന നിർമ്മാണ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആര്? എ. ഗാന്ധിജി, ബി. അംബേദ്കർ, സി. രാജേന്ദ്ര പ്രസാദ്, ഡി. നെഹ്റു. ഭരണഘടന നിർമ്മാണ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആര്? ഉത്തരം സി. രാജേന്ദ്ര പ്രസാദ്. 2005 വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? എ. ഗുജറാത്ത്, ബി. കർണാടക, സി. കേരളം, ഡി. രാജസ്ഥാൻ. 2005 വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഡി. രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരം ഉള്ളത് ആർക്ക്? എ. പ്രധാനമന്ത്രി, ബി. പാർലമെന്റ്, സി. ഗവർണർ, ഡി. ഉപരാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? ഉത്തരം ബി. പാർലമെന്റ്. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? എ. അയ്യങ്കാളി, ബി. വൈകുണ്ഠസ്വാമി, സി. ശ്രീനാരായണ ഗുരു, ഡി. ചട്ടമ്പിസ്വാമി. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ബി. വൈകുണ്ഠസ്വാമി. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരൻ ആയ രാജ്യം ഏത്? എ. ക്രൊയേഷ്യ, ബി. മൊറോക്കോ, സി. ഫ്രാൻസ്, ഡി. അർജന്റീന. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരനായ രാജ്യം ഏത്? ഉത്തരം സി. ഫ്രാൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല ഏത്? എ. ഇടുക്കി, ബി. കൊല്ലം, സി. പാലക്കാട്, ഡി. ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല ഏത്? ഉത്തരം എ. ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? എ. ചോളം, ബി. ബാർലി, സി. നെല്ല്, ഡി. പരുത്തി. താഴെ പറയുന്നവരിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ബി. ബാർലി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? എ. 1998 മെയ് 17, ബി. 1999 ഏപ്രിൽ 1, സി. 1993 മെയ് 17, ഡി. ഇവയൊന്നുമല്ല. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഉത്തരം എ. 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? എ. കായംകുളം, ബി. അരുവിക്കര, സി. പെരുംകുളം, ഡി. പുനലൂർ.
2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? ഉത്തരം സി. പെരുംകുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? എ. 100-ാം ഭേദഗതി, ബി. 101-ാം ഭേദഗതി, സി. 95-ാം ഭേദഗതി, ഡി. 14-ാം ഭേദഗതി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഉത്തരം ബി. 101-ാം ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ. ഡോക്ടർ എം. എസ്. സ്വാമിനാഥൻ, ബി. വർഗീസ് കുര്യൻ, സി. ഹരിലാൽ ചൗധരി, ഡി. ഇവരാരുമല്ല. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ. ഡോക്ടർ എം. എസ്. സ്വാമിനാഥൻ. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? എ. ലാറ്ററൈറ്റ് മണ്ണ്, ബി. കറുത്ത മണ്ണ്, സി. എക്കൽ മണ്ണ്, ഡി. ചെമ്മണ്ണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ബി. കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? എ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ബി. വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സി. വടക്ക് കിഴക്കൻ മൺസൂൺ, ഡി. തെക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഉത്തരം എ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? എ. കോട്ടയം, ബി. മലപ്പുറം, സി. കാസർഗോഡ്, ഡി. കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? ഉത്തരം ബി. മലപ്പുറം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത്? എ. ഒഡീഷ, ബി. കേരളം, സി. ആസാം, ഡി. ബീഹാർ. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം സി. ആസാം.